സംസ്ഥാനത്തെ ഇനി വി ഡി സതീശൻ സർക്കാർ 21-അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റുള്ള ആദ്യ മന്ത്രിസഭാ യോഗം ഇപ്പോൾ ചേരുകയാണ്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. വിവരങ്ങളുമായി VS അനുവും ആൽവിനും ചേരുകയാണ്. ആദ്യം VS അനുവിലേക്ക്. VS അനു, എന്തായാലും തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വർണ്ണാഭമായ തരത്തിൽ തന്നെ UDF പ്രവർത്തകരൊക്കെ ആഗ്രഹിച്ചതുപോലുള്ള ഒരു സത്യപ്രതിജ്ഞ ചടങ്ങാണ് നടന്നത്. പ്രത്യേകിച്ച് 60 വർഷത്തിന് ശേഷം 21-അംഗ UDF മന്ത്രിസഭ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. രുചീഷ, ഏതായാലും മന്ത്രിസഭാ യോഗം ഇപ്പോഴും നടക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് 10 മണിയോട് കൂടിയാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രിയായി VD സതീശനും ഉൾപ്പെടെ 14 പുതുമുഖങ്ങളാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അങ്ങനെയുള്ള 14 പുതുമുഖങ്ങൾ ഉൾപ്പെടെയുള്ള 21 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ അദ്ദേഹം ഒരു ചായ സൽക്കാരം ഒരുക്കിയിരുന്നു. അത് പങ്കെടുത്ത ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായി കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ ചുമതല ഏറ്റെടുത്തത്. അതിനുശേഷം ഇപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ചില നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ വാർത്ത നൽകിയിരുന്നു. അതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ആശാ വർക്കർമാരുടെ, അതായത് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ആശാ വർക്കർമാരുടെ സമരത്തെ വളരെയധികം പിന്തുണച്ച ആളാണ് VD സതീശൻ. അദ്ദേഹം പറഞ്ഞിരുന്നത് UDF മന്ത്രിസഭ വന്നാൽ ആദ്യ ക്യാബിനറ്റിൽ തന്നെ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം, അല്ലെങ്കിൽ ഒരു വാക്കുണ്ടായിരുന്നു. ആ വാക്ക് അദ്ദേഹം ഇത്തവണ അത് നടപ്പിലാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും. അത് എത്ര രൂപയാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പക്ഷേ അത് വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ സ്ത്രീകളുടെ സൗജന്യ യാത്രയാണ് KSRTC ബസ്സിൽ. അത് എങ്ങനെ നടപ്പിലാക്കും എന്ന്, അല്ലെങ്കിൽ ഇന്ന കാലയളവ് മുതൽ നടപ്പിലാക്കും എന്നടക്കമുള്ള അതിൻ്റെ ഒരു പ്രാഥമികമായ ഒരു തീരുമാനം ഇന്നത്തെ ക്യാബിനറ്റിൽ ഉണ്ടാകും. ഇത് രണ്ടും നമുക്ക് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അല്പസമയത്തിനകം മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഇവിടെ വലിയ തിരക്കാണ്. ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ആളുകൾ ഈ പറയുന്ന നോർത്ത് ബ്ലോക്കിൻ്റെ സമീപത്തേക്കൊക്കെ കയറി നിൽക്കുന്നുണ്ട്. വലിയ തിരക്ക് എന്നിവിടെ ഉണ്ട്. സാധാരണ സെക്രട്ടറിയിൽ ഉണ്ടാകുന്നതിന് അപ്പുറത്തേക്കുള്ള തിരക്ക്. നേരത്തെ രുചീഷ് പറഞ്ഞ പോലെ തന്നെ 60 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഫുൾ ക്യാബിനറ്റ് ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിന് കേരളം സാക്ഷിയായി. യഥാർത്ഥം VD സതീശൻ വളരെ മിന്നുന്ന വിജയം. ഇപ്പോൾ നമുക്ക് MLA VS ജോയ് ഉണ്ട്. ഈ ആദ്യ ക്യാബിനറ്റ് ചേരുകയാണ്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. എന്താ പ്രതീക്ഷ? തീർച്ചയായും കേരളം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന, ഒരുപാട് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങൾ ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഉണ്ടാവും. കേരളം കാതോർത്തി നിൽക്കുന്ന പ്രഖ്യാപനങ്ങൾ അല്പനിമിഷങ്ങൾക്ക് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പുതുയുഗം ആരംഭിക്കുകയാണ്. പുതുയുഗ പിറവിയുടെ ആവേശമാണ്. അനുഗ്രഹ വർഷവുമായിട്ട് മഴയും തിരുവനന്തപുരത്ത് അനന്തപുരയിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഒരു നവകേരള നിർമ്മിതിയുടെ ഒരു പ്രഖ്യാപനം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പുതുയുഗ പിറവിയുടെ തുടക്കമാണ്. അതായത് അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷയാണ് ഇപ്പോൾ ജോയിയും നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇപ്പോൾ നമുക്ക് ഈ തിരക്ക് കാണുന്നത്, ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള ക്യാബിനറ്റ് ബ്രീഫിങ്ങിന് വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകർക്ക് അകത്തേക്ക് കയറാനുള്ളതാണ്. ആ ഒരു തിരക്ക് ഇവിടെ ഉണ്ട്. അങ്ങനെ വലിയ തിരക്കും ഒക്കെ ഉള്ള ഒരു ദിവസം തന്നെയാണ് ഈ സെക്രട്ടേറിയറ്റും ആ പരിസരവും സംബന്ധിച്ച്. കാരണം ഇന്ന് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലും മറികടന്നുകൊണ്ട്, അതായത് VIP ഏരിയകളിൽ, ഇന്ന് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ VIP ഏരിയകളിൽ പോലും ആളുകൾ, സാധാരണ മനുഷ്യർ വന്ന് കയറുന്നത് നമ്മൾ കണ്ടു. ഇടയ്ക്ക് പോലീസുമായി ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വലിയൊരു ആൾക്കൂട്ടം ഈ സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് ഒഴുകിയെത്തുന്നു. ഇപ്പോഴും ഈ സെക്രട്ടേറിയറ്റ് അവിടെ ആ ആൾക്കൂട്ടം ഉണ്ട്. ഏതായാലും അല്പസമയത്തിനകം ഈ മന്ത്രിസഭാ യോഗം വിശദീകരിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനം കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി ഇന്ന് ചുമതല ഏറ്റെടുത്ത സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശൻ നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആൽവിൻ തോമസ് കൂടി ചേരുകയാണ്. ആൽവിൻ, ഈ മന്ത്രിസഭയുടെ ഒരു പ്രത്യേകത, പലപ്പോഴും നമ്മൾ ഈ അധികാരം കൈമാറാൻ ഈ UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കൾ കാത്തിരിക്കുന്നത് ഒക്കെ നമ്മൾ കാണാറുണ്ട്. കാരണം ഒരു മണ്ഡലം കിട്ടിയാൽ അവിടെ തന്നെ നിൽക്കുന്നതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ യുവാക്കൾക്ക്, സ്ത്രീകൾക്ക്, അതോടൊപ്പം പട്ടികജാതി വിഭാഗക്കാർക്കൊക്കെ ആ തരത്തിലുള്ള പ്രാധാന്യം കിട്ടിയിട്ടുണ്ട്. അത് ഏത് തരത്തിലായാലും നമ്മൾ KC-യുടെ സ്വാധീനമെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഈ മന്ത്രിസഭ ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ യുവാക്കളും സ്ത്രീകളും
സ്ഥാനാർത്ഥികളും അതോടൊപ്പം വിവിധ വിഭാഗക്കാരും ഒക്കെ ഉള്ള തരത്തിൽ കൃത്യമായി തന്നെ ആ ഒരു ചേരുവ ചേർക്കൽ അത് കൃത്യമായി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ഫ്രഷ്നസ് ഈ മന്ത്രിസഭയിൽ ആദ്യമായി മുൻപ് മന്ത്രിയാകാത്ത ആളുകൾ, മന്ത്രിസഭയിലേക്ക് വരാത്ത 14ഓളം ആളുകളുള്ള ആ തരത്തിലുള്ള ഒരു മന്ത്രിസഭയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനം വരുമ്പോഴും ഇനിയുള്ള ദിവസങ്ങളിലും എല്ലാവരും ഉറ്റുനോക്കുന്നത് എങ്ങനെ ഈ മന്ത്രിസഭ പ്രവർത്തിക്കും എന്ന് തന്നെയാണ്. എന്തായാലും എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രി അടുത്തതായി നടത്താൻ പോകുന്ന ആ പ്രഖ്യാപനങ്ങളിലേക്ക് കൂടിയാണ്. നിശ്ചയമായി രുചീഷ്, അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായും ഒരു പുതുമുഖ മന്ത്രിസഭയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൽ 14ഓളം പേർ പുതിയതായി മന്ത്രിസഭയിലേക്ക് എത്തുന്നു, മുഖ്യമന്ത്രി അടക്കം എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. ജനങ്ങളോട് നിരവധി വാഗ്ദാനങ്ങൾ UDF ഈ പ്രചരണ വേളകളിലൊക്കെ നൽകിയിരുന്നു. അതൊക്കെ പാലിക്കപ്പെടുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകണം എന്നുള്ളത് ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും ആദ്യ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. ആ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ എത്രത്തോളം ജനഹിതമായ തീരുമാനങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഒരുപക്ഷെ ചില സൂചനകൾ മുഖ്യമന്ത്രി VD സതീശൻ നൽകി കഴിഞ്ഞിരുന്നു. ചില വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ജനപ്രിയമായ പല പദ്ധതികളുടെയും അല്ലെങ്കിൽ പല പ്രഖ്യാപനങ്ങളും ഈ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉണ്ടായേക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാവുന്നതുപോലെ പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. ആ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ വലിയ ഊന്നൽ ഈ ആദ്യഘട്ടങ്ങളിൽ സർക്കാർ നൽകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അതിൽ എന്ത് പ്രഖ്യാപനങ്ങളാകും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നമുക്ക് രുചിഷ് പറഞ്ഞതുപോലെ വളരെ ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള ആളുകൾ ഈ മന്ത്രിസഭയിൽ ഉണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. യുവാക്കളായിട്ടുള്ള ആളുകളുണ്ട്, വനിതകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ 2 പേര് ഉണ്ട്. പ്രാതിനിധ്യമൊക്കെ വളരെ കൃത്യമായി നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു മുഖ മന്ത്രിസഭയെ ഒരു പുതുയുഗത്തിനായി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി VD സതീശൻ നേരത്തെ പറഞ്ഞിരുന്നത്. ആ പുതുയുഗത്തിന്റെ യാത്രയിൽ എന്തൊക്കെ ജനഹിത തീരുമാനങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ കഴിയും. മന്ത്രിസഭാ യോഗം ശേഷം അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നുള്ളത് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായി ആളുകൾ ഉറ്റുനോക്കുന്നത് ഇന്ദിരാ ഗ്യാരണ്ടിയിലെ KSRTC ബസ്സിലുള്ള സ്ത്രീകളുടെ യാത്രയാണ്. ആ സൗജന്യ യാത്ര സംബന്ധിച്ചുള്ള എത്തരത്തിലുള്ള പ്രഖ്യാപനം, എങ്ങനെയാകും ആ പ്രഖ്യാപനം, ആ പദ്ധതി നടപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ധന മാനേജ്മെന്റ് തന്നെയാകും ഈ ഘട്ടത്തിൽ വലിയ വെല്ലുവിളിയായി ഉണ്ടാവുക. അതിനെ വളരെ കൃത്യതയോടുകൂടി ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് VD സതീശന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ ഉറപ്പുകൾ നേരത്തെ നൽകിയിരുന്നു. ധനകാര്യ വകുപ്പ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നതും. അത്തരത്തിൽ സാമ്പത്തികമായി അല്പം പിന്നോട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ അത് എങ്ങനെ മാറ്റിയെടുക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും, അതിനുവേണ്ടി എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുവരും, ഖജനാവ് നിറയ്ക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ നൂതന മാർഗങ്ങൾ കണ്ടെത്തുമോ എന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനം ഈ പറഞ്ഞതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി തന്നെയാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ വലിയ സാധ്യതകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വലിയ വരുമാനം കേരളത്തിന്റെ ഖജനാവിലേക്ക് വരുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ തുറമുഖവും വകുപ്പും ഏറ്റെടുത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ജനഹിത പദ്ധതികൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മൾ കേരളം കണ്ടതൊക്കെ ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നായിരുന്നു ആശാ വർക്കർമാരുടെ സമരം. അതിൽ അദ്ദേഹം ദിവസങ്ങളോളം നീണ്ട ആശാ വർക്കർമാരുടെ സമരത്തിൽ അദ്ദേഹം വന്ന് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നുള്ള ഉറപ്പ് അത് നൽകിയിരുന്നു. അത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഉണ്ടാകുമെന്നും പറയുകയുണ്ടായി. അതിൽ എന്ത് തീരുമാനം ഇന്നുണ്ടാകുന്നു എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സ്വാഭാവികമായും ഇത്തരം ജനഹിതമായ പദ്ധതികൾ അതിൽ എത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പുതിയതായി വന്ന മന്ത്രിസഭയിലേക്ക് വന്ന ആളുകൾ അവർ സ്വാഭാവികമായും വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിഭജനം വന്നു കഴിഞ്ഞാൽ അതിൽ കൃത്യതയോടുകൂടിയുള്ള പഠനം ആവശ്യമാണ്. സ്വാഭാവികമായും പുതുമുഖമായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അതിൽ കൃത്യതയാർന്ന പഠനം ആവശ്യമാണ്. ആദ്യഘട്ടത്തിലൊക്കെ അത്തരത്തിൽ പഠനങ്ങൾ വളരെ കൃത്യമായി നടത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ പല വകുപ്പുകളും വളരെ കൃത്യതയോടുകൂടി അദ്ദേഹം വിഭജനം നടത്തുന്നത്. ഇപ്പോൾ എക്സൈസ് വകുപ്പിന്റെ കാര്യം പറയുമ്പോൾ M. ലിജു അത് വേണ്ട എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും M. ലിജുവിൽ വലിയ വിശ്വാസമുണ്ട്. സ്വാഭാവികമായും എക്സൈസ് വകുപ്പൊക്കെ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നാണ്. ഏറ്റവും കൂടുതൽ പേരുദോഷം ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള വകുപ്പാണ്. ആ വകുപ്പ് M. ലിജുവിനെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ വിശ്വാസം അതിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അങ്ങനെ പല വകുപ്പുകളും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായും ഘടകകക്ഷികളെ ഏൽപ്പിക്കുന്ന വകുപ്പുകളായാലും അതിലൊക്കെയും അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാകും ഈ വകുപ്പ് വിഭജനം നടക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിൽ തന്നെ ചില വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. എന്തായിരിക്കാം അത് എന്നുള്ളത് കണ്ടറിയണം. ചില വകുപ്പുകളുടെ വൈദ്യുതി അടക്കമുള്ള വകുപ്പുകളുടെ കാര്യത്തിലും ചില മാറ്റങ്ങൾ. നിർണായകമായ മന്ത്രിസഭാ യോഗമാണ് നടക്കുന്നത്. ആദ്യത്തെ മന്ത്രിസഭാ യോഗം, VD സർക്കാരിന്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം. ഈ യോഗത്തിന് ശേഷമുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.